നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു എക്സ്ക്യൂസും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ. എത്ര നാളായി വരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഇനി അത് പറ്റില്ല. ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. നിന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്തുന്ന എന്തിനാ? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല. ഞാൻ ക്ഷണിച്ചിട്ടാ അവരിങ്ങോട്ട് വരുന്നത്. അതെന്താ? എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരം ഇത്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? കാരണം വളരെ സിമ്പിളാ. ഞാനും മഹേട്ടനും തമ്മിലുള്ള റിലേഷൻ നാട്ടില് 10 പേര് അറിയട്ടെ. നിഹാരികയും ഫാമിലിയും ഈ നാട്ടിൽ അറിയപ്പെടുന്നവരാ. ഇവിടുത്തെ പല ക്ലബുകളിലും അവര് മെമ്പേഴ്സാ. ഞാനും മഹേട്ടനും തമ്മിലുള്ള ബന്ധം ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആവാൻ നിഹാരികയും കുടുംബവും മാത്രം മതി. മോളെ, നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്റെ ബുദ്ധി തന്നെ ആയിരിക്കുമല്ലോ നിനക്കും കിട്ടിയിരിക്കുന്നേ. അത് മോശമാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് നീ നിഹാരികയും ഫാമിലിയും വിളിച്ചു വരുത്തുമോളെ. നീയും മഹിയും തമ്മിലുള്ള ബന്ധം ഈ നാട് മുഴുവൻ അറിയട്ടെ. അധികം ഈ ബന്ധം അറിയരുതെന്ന് പറഞ്ഞല്ലേ വിവാഹ നിശ്ചയം നാത്തോ നടത്തിയത്. മറ്റന്നാള് നിഹാരികയും കുടുംബം ഇങ്ങോട്ട് വരും. അവര് വരുമ്പോഴേ ഇവിടെയുള്ള ആ കുട്ടിപ്പിശാചിനെ സൂക്ഷിച്ചോണം. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. മഹേട്ടാ, മഹേട്ടനെ ഞാൻ മുറിയിലൊക്കെ നോക്കി കണ്ടില്ല. എന്താ കാര്യം? മറ്റന്നാ മഹേട്ടൻ ഫ്രീ ആണോ? ആ, മറ്റന്നാള് ഡൽഹിയിൽ പ്രധാനമന്ത്രിയായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. എന്തേ? കളിയാക്കത് മഹേട്ടാ. താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. മറ്റന്നാളെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വരുന്നുണ്ട്, ഫാമിലി ആയിട്ട്. അവര് വരുമ്പോ മഹേട്ടൻ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മഹേട്ടൻ കാണില്ലേ? കാണുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മഹേട്ടൻ കാണുന്ന ഉറപ്പ് പറഞ്ഞാലേ ഞാൻ അവരിങ്ങോട്ട് ക്ഷണിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ അവരെ ക്ഷണിക്കുന്നതേ മാളുവിന് വേണ്ടിയാ. മാളുവിന്റെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവൾക്കില്ലാത്തതാണ് പ്രശ്നം. കൂടെ കളിക്കാനും ഒന്നിച്ച് കുസൃതി കാട്ടാനും അവൾക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയ മാളുവിന്റെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ കളിപ്പാട്ടം വാങ്ങും പോലെ കൂട്ടുകാരനെ നിനക്ക് വിലക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ കൂട്ടുകാരിക്കൊരു മകനുണ്ട്, അമൽ. നമ്മുടെ മാളുവിന്റെ അതേ പ്രായം. പെട്ടെന്ന് ആരുമായിട്ടും അടുക്കുന്ന തങ്കപ്പെട്ട സ്വഭാവം അമലിന്റേത്. അമലും മാളും ഒന്ന് കണ്ടുമുട്ടിയാ മതി, അവര് പെട്ടെന്ന് കൂട്ടുകാരാവും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹേട്ടനൊന്നും ചെയ്യണ്ട. മറ്റന്നാള് ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവര് വരുമ്പോ മഹേട്ടൻ ഇവിടെ ഉണ്ടാവണം. അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അത്രയും ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എന്റെ മാളുവിന്റെ കാര്യത്തിനായിട്ടല്ലേ? അങ്ങനെ പറയരുത്. നമ്മുടെ മാളൂന്ന് പറ. ഓക്കെ, ഞാനിവിടെ ഉണ്ടാവും. അവരോടൊപ്പം ഭക്ഷണവും കഴിക്കാം. താങ്ക്സ് മഹേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.